ഹായ് ഫ്രണ്ട്സ്, ഇനി ഞങ്ങളിന്ന് പാർട്ട് 2 വീഡിയോ. ഫസ്റ്റ് വീഡിയോയിൽ അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തത്. ഇനി ഇത്തവണ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലത്തെ പാറ്റേൺസ് ഒക്കെയാണ്. അതായത് ഈ പാറ്റേണും എഫ് പാറ്റേണും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്. ഓക്കെ, ഇനി ആദ്യം നമുക്ക് ലോജിക് സെറ്റ് ആകാനുണ്ട്. ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ പെയിൻറ്റിങ്സിലേക്ക് പോകുന്നത്. ഓക്കെ, ഈ ഒരു ഇങ്ങനെ ഒരു പാറ്റേണിൽ ഞാൻ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ചെറുതാക്കും. ഓക്കെ, സെൻറ്ററിൽ ഇനി എങ്ങനെ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് വെച്ചാൽ ഞാനിങ്ങനെ 3 പീസായിട്ട് ഇത് ചെയ്യാറ്. അതായത് ഈ ഒരു ക്വസ്റ്റിന് ഇത് ഫസ്റ്റത്തെ ഒരു പീസാക്കി എടുക്കും, ഇത് സെക്കൻഡ് പീസ്, ഇത് തേർഡ് പീസ്, ഇങ്ങനെ 3 പീസായിട്ട് ഞാൻ ഈ കോഡ് ചെയ്യാറ്. ഓക്കെ, അതായത് ഐ ഒരു തവണ ചുറ്റുമ്പോൾ ഇത് പ്രിൻ്റ് ആകും, രണ്ടാമത് തവണ ചുറ്റുമ്പോൾ ഇത് പ്രിൻ്റ് ആകും, മൂന്നാമത് തവണ ചുറ്റുമ്പോൾ ഇത് പ്രിൻ്റ് ആകും. ഇത് ഞാനൊന്ന് അതായത് ഇത് എനിക്കൊന്ന് മാറ്റി ശരിയാവും. വെയിറ്റ് ഓക്കെ, മാറ്റി ചെയ്തിട്ടുണ്ട്. ഐ ഒരു തവണ ചുറ്റുമ്പോഴത്തേക്കും നമുക്ക് പ്രിൻ്റ് ആയി കിട്ടണം. ഐ രണ്ടാമത്തെ തവണ ചുറ്റുമ്പോൾ ഇതോ, മൂന്നാമത് ചുറ്റുമ്പോൾ ഇതോ. അപ്പോൾ ഐ ചുറ്റുന്നത് ടോട്ടലി n ടൈംസ് എന്ന് വെച്ചാൽ ഇന്നസൈൻ 3 വരെയാണ് ചുറ്റുന്നത് ഒരു ലൂപ്പ്. ഇനി നമ്മൾ ഒരു ലൂപ്പ് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഇത് പ്രിൻ്റ് ചെയ്യേണ്ട കോഡാണ് അതിൻ്റെ ഉള്ളിൽ വേറൊരു ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഈ ബ്ലാക്കിൽ മാർക്ക് ചെയ്ത് വെച്ചാൽ ഓക്കെ. ഇനി ഞാൻ പേര് ജെ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഫസ്റ്റത്തെ എത്ര സ്റ്റാർ നമുക്ക് പ്രിൻ്റ് ആയിട്ടുള്ള 2, ഇവിടെ 2 സ്റ്റാറല്ല 4 സ്റ്റാർ പ്രിൻ്റ് ആയിട്ടുണ്ട്. അത് 2 തവണ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഇനി 6 സ്റ്റാറാണ് പ്രിൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, 6 സ്റ്റാറും 3 തവണയാണ് പ്രിൻ്റ് ആയിട്ടുള്ളത്. 2 ടൈംസ്, ഒറ്റ ടൈം. അത് വെച്ചാൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എത്ര ടൈം ഇത് പ്രിൻ്റ് ആകുന്നത്. ഐയുടെ അതേ ടൈം, അത് I2 ആകുമ്പോൾ 2 ടൈമും I3 ആകുമ്പോൾ 3 ടൈമും അത് വെച്ചിട്ടാണ് ഇവിടെ പ്രിൻ്റ് ആയി പോകുന്നത്. ഈ ഒരു റോസ് അത് ഇതിന് കോഡ് സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്നിട്ട് ഇത് ഒരു സിമ്പിളായിട്ടുള്ള കോഡാണ് ഇത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഇതിൻ്റെ കോഡ് നോക്കാം. ഓക്കെ, ഇനി ഇവിടെ ഞാൻ NSN 3 എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഒരു ഫോർ ലൂപ്പ് ഓർക്കുന്നുണ്ട്. ഇത് ജെ ലൂപ്പാണ് ഓർക്കുന്നത്. JSN1 വിട്ടിട്ട് J ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ടൈംസ് അല്ല ഞാൻ ആ റോ പ്രിൻ്റ് ചെയ്യേണ്ട കാണിച്ചാൽ J പ്ലസ് പ്ലസ്. ഇപ്പം ഞാൻ കൊടുത്ത കോഡ് ഉണ്ടാകും അത് ഇങ്ങനെ ഇത് പ്രിൻ്റ് ചെയ്യാനുള്ള എത്ര ലൈന് പ്രിൻ്റ് ആക്കണമെന്നാണ് ഞാനിപ്പോൾ കൊടുത്ത കോഡ്. അത് I ടൈംസ് കൊടുക്കാനുണ്ടാവും എത്ര ലൈന് പ്രിൻ്റ് ആവണം. അതായത് 2 ലൈന് പ്രിൻ്റ് ആവണം, ഇവിടെ 3 ലൈന് പ്രിൻ്റ് ആവണം. I ടൈംസ് ലൈന് പ്രിൻ്റ് ആവണം. ഇനി കോളം പ്രിൻ്റ് ചെയ്യണം. അതായത് അതിൻ്റെ ഉള്ളിലാണ് വേറൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് അത് കെ ലൂപ്പായിട്ട് തിരഞ്ഞെടുക്കണം. JSN1 തൊട്ടിട്ട് ഇവിടെ I2 ആയിരിക്കുമ്പോൾ 2 സ്റ്റാറാണ് പ്രിൻ്റ് ആവുന്നത്. I2 ആയിരിക്കും 4 സ്റ്റാർ, I3 ആയിരിക്കും 3 സ്റ്റാർ. അതിലോട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേണ്ട ഈ സ്റ്റാറിന് വേണ്ടി ഇക്വേഷനായിട്ട് നമുക്ക് 2I എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഇത് 2 ഇൻറ്റു ഫസ്റ്റ് I1 ആയതുകൊണ്ട് 2, ഇവിടെ 2 ഇൻറ്റു സെക്കൻഡ് I2 അല്ലേ, 2 ഇൻറ്റു 2 4, ഇവിടെ I3 അല്ലേ, 3 ഇൻറ്റു 2 6. ഒരു വിധത്തിലാണ് ഇതിൻ്റെ സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്ന ഓടുന്നത്. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു I ടൈംസ് ആണ് ആ സ്റ്റാർ കോളായിട്ട് പ്രിൻ്റ് ആകും.
ജസ്റ്റ് കെ പ്ലസ് പ്ലസ് പ്രിൻ്റ് സ്റ്റാർ കൊടുക്കും, സ്റ്റാർ സ്പേസ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു സ്റ്റാർ ഇങ്ങനെ ഒരു ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതായത് ഇങ്ങനെ ഒരു റോ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ന്യൂ ലൈൻ ഇട്ടിട്ട് അടുത്ത ലൈനിലാണ് ഈ ഒരു അടുത്ത ഭാഗം ചെയ്യുന്നത്. അത് വരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് പ്രിൻ്റ് ഒരു സ്ലാഷിന് കൊടുത്താൽ നോക്കുന്നത് കോഡ് വർക്കാവും. അതായത് ഇവിടെ ഒരു ഫസ്റ്റത്തെ ഇതിനെ എടുത്ത് കാണിച്ചിട്ട് I1 ആയിരിക്കുമ്പോൾ ഇവിടെ 1, അതായത് 1 ജയിലും അപ്പോൾ 1 ജയിൽ 1 ഈക്വൽ സ്ഥാനം ഈക്വൽ ടു 1, അത് 2 ആയതാണ് ഉള്ളിലേക്ക് വരുന്നു. കെ 1 തൊട്ടിട്ട് 2i, അതായത് 2 വരെ പ്രിൻ്റ് ആകും. അതായത് I1 അല്ല 2 വരെ. അപ്പോൾ 1 തൊട്ട് 2 വരെ എന്ന് വെച്ചാൽ 2 സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ്. അപ്പോൾ ഈ കെ പ്ലസ് പ്ലസ് ചെയ്ത് ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്ന ടൈം ന്യൂ സ്റ്റാർ ന്യൂ ലൈന് പ്രിൻ്റ് ചെയ്തിട്ട് ജെ പ്ലസ് പ്ലസ് ചെയ്യും. ജെ പ്ലസ് പ്ലസ് ചെയ്താൽ J2 ആവും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആയാലും ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും, I പ്ലസ് പ്ലസ് ആവും, ഇവിടെ വരും. ഇപ്പോൾ 2 അല്ലുള്ള, അപ്പോൾ 1 തൊട്ട് 2 വരെ അത് 2 ലൈന് ഇവിടെ പ്രിൻ്റ് ആവും നമുക്ക് മനസ്സിലാക്കാം. ആദ്യം J1 ആകുമ്പോൾ ഇതിൽ വരും കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് 2 ഇൻറ്റു I ഇപ്പം 2 ആണ്, 2 ഇൻറ്റു 4 അപ്പോൾ 1 തൊട്ട് 4 4 സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് ന്യൂ ലൈൻ അടിച്ചിട്ട് ഇവിടെ വരും. അപ്പോൾ I ഇവിടെ 2 ആണ്, ജെ പ്ലസ് പ്ലസ് ചെയ്യുമ്പോൾ 2 ഈക്വൽ ടു 2 വീണ്ടും ഇതിൽ വരും. 4 സ്റ്റാർ വീണ്ടും പ്രിൻ്റ് ചെയ്ത് ന്യൂ ലൈൻ അടിക്കും, ഇവിടെ വരും. എന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നത്, വീണ്ടും ജെ പ്ലസ് പ്ലസ് ആണ്. J3 ആകുമ്പം 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ള കണ്ടീഷൻ ഫോൾസ് ആയാലും വീണ്ടും ഇതിൽ എക്സിറ്റ് ആണ്. ഇത് ഈ ഇവിടെ വരുന്നത് I പ്ലസ് പ്ലസ് ചെയ്യുന്ന കണ്ടീഷൻ നോക്കുന്നത് ഉള്ളിലേക്ക് വരുന്നു, റിപ്പീറ്റ് ചെയ്ത് നടക്കും. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ഈ നടക്കുന്ന എക്സിറ്റ്, ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകും. ആ വിധത്തിലാണ് കൂടെ നടക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇവിടെ എററാണ്, നമുക്ക് ഇവിടെ വായിച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് എറർ വരും. 12ാമത്തെ ലൈനിലാണ് എററുള്ള കെ അൺഡിക്ലെയർഡ് ഫസ്റ്റ്, അതായത് കെ ഡിക്ലെയർ ചെയ്യാതെയാണ് ഇതിൻ്റെ എറർ. ഓക്കെ, പ്രിൻ്റ് ആയിട്ടുണ്ട് 2 3 4 ടൈം 2 3 ടൈം 3 6 സ്റ്റാർ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടക്ക് കൊടുക്കുന്ന കണ്ടീഷനാണ് സെറ്റ് ആക്കുന്നത്. അതായത് ഇവിടെ 3 സ്റ്റാർ വെച്ച് പ്രിൻ്റ് ആയിപ്പോൾ വേണ്ട 3 അതിനെ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫോളോപ്പിൻ്റെ പുറത്ത് ഈ ഒരു കാര്യം കൂടി എന്നിട്ട് നമ്മൾ കൊടുത്ത വാല്യൂ ജെ അതൊരിക്കലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ വേറെ ലൂപ്പായിട്ട് കൊടുക്കരുത്. ലൂപ്പായിട്ട് നല്ല വെറുതെ ജെ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കൊടുക്കരുത്. അത് ഇൻക്രിമെൻ്റ് നേരത്തെ നടത്തിയിട്ട് ആ ലൂപ്പ് നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ജെ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് യൂസ് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ വേറെ ഏതെങ്കിലും പേരില്ല, വേറെ കെ അല്ലെങ്കിൽ എന്തെങ്കിലും പേരില്ല, വേറെ ഏതെങ്കിലും പേരിൽ അസൈൻ ചെയ്ത് നോക്കണം. ലൂപ്പ് കണ്ടീഷനൊക്കെ കൊടുത്ത് നോക്കണം. ഇവിടെ ഐയിലാണ് കൊടുത്തത്, അതുകൊണ്ട് ഉള്ളിൽ ജെ കൊടുത്താൽ ഇനി എനിക്ക് ഇതിൻ്റെ പുറത്ത് വേറെ ജെയും കൂടി യൂസ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നതാണുള്ളൂ. ഓക്കെ, ഞാനിവിടെ ജെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇത് n ടൈംസ് അല്ല, n 3 ആയതുകൊണ്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ n എന്നും കൊടുക്കാൻ എനിക്ക് വഴിക 3 കൊടുക്കാം. ഞാൻ 3 എന്ന് കൊടുക്കുന്നുണ്ട്. /n ലൈനും കൂടി പ്രിൻ്റ് ആകുന്നുണ്ട്. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കിയാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇത് കണ്ട, ഇത് വേണ്ട അല്ലേ നമുക്ക്, അതായത് ഈ സ്റ്റാർ ന്യൂ ലൈൻ്റെ എടുത്താൽ നമുക്ക് ഒരു കണ്ടീഷൻ ഈ ഇത് പ്രിൻ്റ് ആകുന്നതിന് മുമ്പ് ഒരു കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്യണം.
അതായത് ഐ ടു n ആണെങ്കിൽ ബ്രേക്ക് ഇത് യൂസ് ചെയ്ത കോഡുകളൊക്കെ പറക്കാം. നമുക്ക് വേണ്ട കോഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടത് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടിക്കൽ ഈ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാണ്ടിരിക്കണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇവരോട് നിങ്ങളെ ഫിമിയ സെൻ്ററിൽ ഇൻവിസിലേറ്ററായിട്ട് ഇരിക്കൂല ഓരോട് ചോദിച്ചെങ്കിൽ ഇങ്ങനെ 3 സ്റ്റാർ പ്രിൻ്റ് ചെയ്യാനായിട്ട് ഈ കോഡ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ജസ്റ്റ് ചെയ്യാൻ പ്രിൻ്റ് എഫിൽ അത് കൊടുത്താൽ മതിയോ? ഒരു അത് കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾ ഇൻവിസിലേറ്ററോട് ചോദിച്ചാൽ മതി ഫോർ ലൂപ്പ് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ പ്രിൻ്റ് എഫിൽ ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതിയോ? അങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അതായത് ഈ ഒരു വിധത്തിൽ കൊടുത്താൽ മതി എന്നോട് ചോദിച്ചേക്കുന്നത് സ്റ്റാറും സ്ലാഷ് ഒരു സമ്മതിച്ചാൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്കോറൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഒരു വിധത്തിൽ യൂസ് ചെയ്യാം. ഈ ഒരു വീഡിയോ 10-15 ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഇതേ റിലേറ്റഡ് ക്വസ്റ്റ്യൻ തന്നെ ഇനിയും ചെയ്യാനുണ്ട്. അതിൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, ഇത് കുറച്ച് ലെങ്ത് ഈ വീഡിയോ കൂടാൻ കാരണം ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അടുത്തതിൽ ഇതൊന്നും അധികമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഓക്കെ, വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്